യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. സങ്കീർത്തനം 6:8 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. നമ്മൾ ഏതൊരവസ്ഥയിലും നമ്മളുടെ കരച്ചിൽ നമ്മുടെ പിതാവ് കാണും. ചിലപ്പോൾ നമ്മൾ നിരാശപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ചിലപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാലും ചിലപ്പോൾ ചിലരുടെ വാക്കുകളായിരിക്കും, നമ്മളെ മുറിപ്പെടുത്തുന്ന വാക്കുകളായിരിക്കും. അതൊക്കെയും നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന ഒന്നാണ്. അപ്പം ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അല്ലാതെ വിഷമിക്കും. അവിടെയൊക്കെ കർത്താവിനെ നമ്മൾ ശരണമാക്കണം. നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണം. കർത്താവിനെ എപ്പോഴും നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ അവിടെയും ഏതൊരവസ്ഥയിലും നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഇവിടെ 6-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ ദാവീദിൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ശാരീരികവും മാനസികവുമായി തളർന്ന് ബലഹീനമായിരുന്ന ഒരവസ്ഥ, ഹൃദയം വളരെ ദുഃഖത്താൽ ഭാരപ്പെട്ട ഒരവസ്ഥയിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത്. രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. നമ്മളെയും വളരെ ടെൻഷൻ അടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരുമ്പോൾ നമ്മൾക്കും പലപ്പോഴും ഉറക്കമില്ലായ്മ നമ്മുടെ ജീവിതത്തിലും വരുന്നു. തന്നോട് എതിർക്കുന്നവർക്കും അന്യായം പ്രവർത്തിക്കുന്ന അനേകരുണ്ടെന്നും തോന്നിയിരുന്നു. എന്നാൽ ഈ സമയത്തൊക്കെയും ദാവീദ് ദൈവത്തിങ്കിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് ദാവീദിന് കഴിഞ്ഞു. കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏതൊരു പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവിടെയൊക്കെയും നമുക്കൊരു ധൈര്യം നമ്മളെ ശക്തിപ്പെടുത്തുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തേക്കാൾ കൂടുതലൊരു ശക്തി മറ്റൊന്നിലും നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് നമ്മളെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തും നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സഹായമാണ്. നമ്മൾ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെയും നമുക്കൊരു ലഘുവായിട്ട് തോന്നും, കനം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുവാനാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, കഷ്ടതകളൊക്കെ തരുന്നത്. അവിടെയൊക്കെയും നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ മാനസികവുമായിട്ടും ശാരീരികമായിട്ടും തളരുവാൻ ഒരിക്കലും ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. ദൈവം എപ്പോഴും നമുക്ക് നല്ലവനാണ്. നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തോട് സംസാരിക്കാവുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. മനസ്സലിവ് കാണിക്കുന്ന പിതാവ് ആണ് നമ്മുടെ പിതാവ്. അവിടെയൊക്കെയും നമുക്ക് ബലം പകരുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ആ പിതാവിനോട് നമുക്ക് ഏതൊരു കാര്യവും അപേക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.